കുറുവ സംഘം ആകെ മൊത്തം ഒതുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴയിലെ കുറുവ മോഷണങ്ങളിൽ മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മോഷണം നടത്തിയ പഴയ കുറുവ സംഘത്തിൽപ്പെട്ട 2 പേർ പിടിയിലായിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച കറുപ്പയ്യയും നാഗയ്യയുമാണ് ഇന്ന് പിടിയിലായത്. ഇടുക്കി രാജകുമാരിൽ നിന്നാണ് ഇവരെ മണ്ണഞ്ചേരി പോലീസ് അതിസാഹസികമായി പിടികൂടി. കുറുവ സംഘത്തിന്റെ മറ്റൊരു വിഭാഗമായ കല്ലട്ടാർ വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന്റെ ആന്റി കുറുവ സ്ക്വാഡ് പുതിയ കുറുവ സംഘത്തിന്റെ തലവൻ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിനു ശേഷം തമിഴ്നാട്ടിൽ കാമാച്ചിപുരത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇടുക്കിയിൽ വിവിധ സ്ഥലങ്ങളിൽ കുറുവ സംഘത്തിൽപ്പെട്ടവർ കുടുംബസമേതം താമസിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചത്. മണ്ണഞ്ചേരിയിൽ അടുത്തിടെ നടന്ന കുറുവ മോഷണങ്ങളിലെ പ്രതികളുമായി ബന്ധപ്പെട്ടവരോ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ണഞ്ചേരി SI ബിജു KRന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രാജകുമാരിയിലേക്ക് തിരിച്ചത്. രാജകുമാരിയിലുള്ള ഒരു ആക്രിക്കടയിൽ ആനന്ദൻ എന്നും ഗോപി എന്നും പേരുള്ള 2 പേർ ജോലി ചെയ്യുന്നതായി വിവരം കിട്ടി. കട ഉടമയ്ക്ക് പക്ഷേ ഇവരെ പറ്റി കൂടുതൽ ഒന്നും അറിയില്ല. 5 ദിവസം രാജകുമാരിയിൽ തങ്ങിയ സ്ക്വാഡ് ആനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ട തമിഴ്നാട് സ്വദേശിയെ നിരീക്ഷിക്കുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ആനന്ദൻ കുറുവ സംഘത്തിൽപ്പെട്ട കറുപ്പയ്യയാണെന്നും ഗോപി ഇയാളുടെ സഹോദരൻ നാഗരാജാണെന്നും പോലീസ് കണ്ടെത്തി. ഒപ്പം ചുരുളഴിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഇവർ കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ 50ഓളം മോഷണ കേസുകളാണ്. ഈ ഓപ്പറേഷന് ശേഷം ഇവിടുന്ന് വിട്ടുപോയ ആളുകൾ, അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ വെരിഫൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട്. കാരണം അതിലൊരു കുറച്ചുകൂടി പേര് 4-5 പേരും കൂടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലേറ്റസ്റ്റ് ക്യാച്ചാണ്, ഓഫ് ലൈറ്റ് ആയിട്ടുള്ള ക്യാച്ചാണ് ഇപ്പോൾ ഈ 2 പേര്, നാഗരാജും കറുപ്പയ്യും. കറുപ്പയ്യ പിടിയിലായെന്ന് മനസ്സിലാക്കിയതോടെ തമിഴ്നാട്ടിലേക്ക് കടന്ന നാഗരാജുവിനെ കാറിൽ പിന്തുടർന്നാണ് കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. കായംകുളത്ത് 2019 കറുപ്പയ്യയും കൂട്ടർക്കുമെതിരെ അർദ്ധരാത്രി വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്ന് അകത്തുകയറി സ്ത്രീയുടെ ആഭരണങ്ങൾ കവർന്നതിന് കേസുണ്ട്. പുന്നപ്രയിൽ 2013 വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്ന് സ്ത്രീയുടെ മാല കവർന്ന കേസുമുണ്ട്. 2021 വരെ ഇവർ കേരളത്തിൽ മോഷണം നടത്തിയിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുവരും നിരവധി മോഷണങ്ങൾ നടത്തിയതായും പോലീസ് കണ്ടെത്തി. നിലവിൽ കറുപ്പയ്യക്കെതിരെ 4 വാറണ്ടുകളും നാഗരാജിനെതിരെ 2 വാറണ്ടുകളും തമിഴ്നാട് പോലീസിന്റെ പക്കലുണ്ട്. നാഗർകോവിൽ നിന്നെത്തിയ തമിഴ്നാട് പോലീസ് സംഘത്തിന് ഇരുവരെയും ഉടൻ കൈമാറും. ശേഷം കേരളത്തിലെ കേസുകൾക്കായി പ്രതികളെ തിരികെ വാങ്ങും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രനും DYSP MR മധുബാബുവും മണ്ണഞ്ചേരി CI PJ ടോൾസനുമാണ് 7 അംഗ സ്ക്വാഡിന് നേതൃത്വം നൽകിയത്. 24 ആലപ്പുഴ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ 2013-നും 2019-നും കേരളത്തിലെത്തി മോഷണം നടത്തിയ പ്രതികളാണ് 5 വർഷങ്ങൾക്ക് ശേഷം പിടിയിലാകുന്നത്.